വന്നാലും ഷെഹൻഷാ, എനിക്ക് അമീറിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും അറിയണം. അവിടെ എത്ര മതിൽക്കെട്ടുകളുണ്ട്, എത്ര വാതിലുകൾ, എത്ര ജനലുകൾ, എത്ര ഇടനാഴികൾ, എത്ര നടപ്പാതകൾ, അവർ എപ്പോ ഉറങ്ങുന്നു, എപ്പോ ഉണരുന്നു, ദിവസത്തിൽ അവർ എത്ര തവണ ശ്വാസം എടുക്കുന്നു, അവരുടെ പോക്കും വരവും എല്ലാം എനിക്കറിയണം. ഉത്തരവ് പോലെ ഷെഹൻഷാ. അസ്സലാം അലൈക്കും. വലൈക്കും സലാം. ഷറഫുദ്ദീനെ അമീറിലേക്ക് പറഞ്ഞയച്ചോ? അതേ ഖാൻ ബാബ. ഏറ്റുമുട്ടും മുമ്പ് ശത്രുക്കളെ കുറിച്ച് അറിയേണ്ടത് അത്യാവശ്യമാണ്. അങ്ങ് എൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കിയാലും, അങ്ങയുടെ കൈകൾ കൊണ്ട് ഇവനെ ഒന്ന് സ്പർശിച്ചാലും. വളരെ ഓമനത്തമുള്ള കുഞ്ഞാണല്ലോ. ഇവൻ നിന്റെ ആദ്യത്തെ കുഞ്ഞാണോ? അതെ ബാബ. അപ്പോഴീ കുഞ്ഞ് ജീവനേക്കാളധികം വില പിടിച്ചതായിരിക്കുമല്ലോ. ആണ് ബാബ. നീ എനിക്ക് വേണ്ടി ഒരു ജോലി ചെയ്യേണ്ടതുണ്ട്. ഉത്തരവ് പോലെ. ആഗ്രയിലേക്ക് പോകണം. 30 ദിവസത്തെ യാത്രയുണ്ട് അവിടേക്ക്. അത് ഇത്രയും ദൂരം ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് എൻ്റെ ഭാര്യയെ വീട്ടിൽ തനിച്ചാക്കി? ഈ വിലപിടിപ്പുള്ള വളകൾ എൻ്റെ ഭാര്യയുടെ കൈകളിൽ എത്തിക്കണം. ഈ വളകൾ എല്ലാവരെയും ഏൽപ്പിക്കാൻ സാധിക്കില്ല, കാരണം ഇവ വളരെ വിലപ്പെട്ടവയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യ സലീമയ്ക്ക് ഈ വളകൾ വളരെ പ്രിയപ്പെട്ടതുമാണ്. ഉത്തരവ് പോലെ. മടങ്ങി നീ വരുമ്പോൾ എൻ്റെ ഭാര്യയുടെ കൈപ്പടയിലുള്ള സന്ദേശം കൂടെ വാങ്ങി വേണം നീ വരാൻ. ഒരു കാര്യം ഓർമ്മിച്ചോളൂ, ഇതിലുള്ള ഒരു വള പോലും പൊട്ടാൻ പാടുള്ളതല്ല. നീ മടങ്ങി വരും വരെ ഓമനത്വമുള്ള നിന്റെ ഈ കുഞ്ഞ് ഞങ്ങളുടെ സംരക്ഷണയിലായിരിക്കും. എന്തുപറ്റി ഖാൻ ബാബ? അഥവാ ഇനി വളകൾ പൊട്ടിയാൽ? ഒരിക്കലും പൊട്ടില്ല ജലാൽ. ഈ കുഞ്ഞയാളുടെ ദൗർബല്യമാണ്. ഒരിക്കൽ ഒരാളുടെ ദൗർബല്യം നമ്മുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ നമുക്ക് വേണ്ടി എന്തും ചെയ്യും. ഇപ്പോൾ ഇയാൾ നമ്മുടെ അടിമയായി കഴിഞ്ഞിരിക്കുന്നു. എപ്രകാരമാണോ ഇയാൾ ഈ കുഞ്ഞിനെ സംരക്ഷിച്ചത്, അതിലെ ഓരോ വളയും അതുപോലെ സംരക്ഷിക്കും. അതിനെയാണ് മനസ്സിന്റെ ദൃഢനിശ്ചയം എന്ന് പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് നീ രജപുത്രന്മാരോടും ചെയ്യേണ്ടത്. അവരുടെ ദൗർബല്യമാകണം അവർക്കെതിരെയുള്ള ആയുധം. നീ ഒരാളെ കൊന്നാൽ 100 പേർ മുൻപിൽ വരും, 100 പേരെ കൊന്നാൽ 1000 പേർ. നീ അവരെ അല്ല കൊല്ലേണ്ടത്, അവരുടെ ദൗർബല്യത്തെയാണ് ഇല്ലായ്മ ചെയ്യേണ്ടത്. ക്ഷമിച്ചാലും റാണി, അകത്തേക്ക് പോകാൻ സാധിക്കില്ല. അവിടെ വലിയ സഭ നടക്കുകയാണ്. നമുക്ക് പറയാനുള്ളത് എന്താണോ അതിലും വിശേഷപ്പെട്ട കാര്യം അവിടെ ഉണ്ടാവില്ല. എന്തുപറ്റി ഈ സമയത്ത്? നമുക്ക് അങ്ങയോട് സംസാരിക്കണം. നമുക്കറിയാം, ക്ഷേത്രത്തിൽ ആക്രമണമുണ്ടായി. അതുമായി ബന്ധപ്പെട്ടാണ് നാം ഈ സഭ വിളിച്ചു കൂട്ടിയത്. നമ്മുടെ സുരക്ഷയിൽ ഒരു കുറവും വരാതിരിക്കാൻ, ശത്രു ആരു തന്നെ ആയാലും. ഈ പറയുന്ന ശത്രു വിധിയാണെങ്കിലോ? പറയൂ. എല്ലാവർക്കും പോകാം. എത്രയും വേഗം ജോധയുടെ വിവാഹത്തെക്കുറിച്ച് നാം തീരുമാനിച്ചേ മതിയാകൂ. അതിനിത്ര ധൃതി എന്തിനാണ്? ഈ സമയത്ത് സ്വയംവരത്തെക്കുറിച്ച് പറയാൻ മാത്രം. നമ്മോട് ക്ഷമിക്കൂ മഹാരാജാവേ, അങ്ങയോട് ഞാനൊരു കാര്യം മറച്ചുവെച്ചു. നിന്റെ ജോധ മുഗളന്മാരുടെ വീട്ടിലേക്ക് പോകും. അവളിലുള്ള ലക്ഷണങ്ങളാണ് ചെളിപുരണ്ട മുഖം, അഴിഞ്ഞുലഞ്ഞ തലമുടി, മണ്ണുകൊണ്ടുള്ള സിന്ദൂരം. അത് തന്നെ സംഭവിക്കും. അത് സംഭവിച്ചേ തീരൂ. അതൊക്കെ കെട്ടിച്ചമച്ചതാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നമ്മുടെ ആഗ്രഹം നാളെ തന്നെ ജ്യോതിയുടെ വിവാഹം നടക്കണമെന്നാ. അങ്ങ് എല്ലാ രജപുത്ര രാജാക്കന്മാരെയും ക്ഷണിച്ചു വരുത്തിയാലും നീ ആഗ്രഹിക്കുന്നത് തന്നെ സംഭവിക്കും. തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ രജപുത്ര രാജാക്കന്മാരും ഉത്സവത്തിൽ അമീറിന്റെ അതിഥികളായി എത്തും.
ഒരു മഹാസമ്മേളനം തന്നെ വിളിച്ചുകൂട്ടും. ആ സമ്മേളനത്തിൽ വെച്ച് നമ്മൾ ജോധായ്ക്ക് വേണ്ടി ഒരു യോഗ്യനായ വരനെ തിരഞ്ഞെടുക്കും. അതിനോടൊപ്പം ഇതും കൂടി പ്രഖ്യാപിക്കും. നമുക്ക് ശേഷം അമീറിനെ ആരാണ് നയിക്കുക എന്ന്. എല്ലാ രജപുത്ര രാജാക്കന്മാരും ഒന്നായി തീരും. പിന്നെ അവരുടെ മാനത്തിന് വില പറയാൻ ഒരു മുഗളനും സാധിക്കില്ല. നല്ലതുപോലെ കാറ്റ് വീശുന്നുണ്ട് ഖാൻ ബാബ. തണുപ്പ് വളരെ അധികമായിരിക്കുന്നു. തണുപ്പ് ഇത്തവണ വളരെയധികം കൂടുതലായാണ് അനുഭവപ്പെടുന്നത്. എനിക്കും അതേക്കുറിച്ച് ഉത്കണ്ഠയുണ്ട്. എന്നാൽ രജപുത്രർ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് ഒരിക്കലും നടക്കാത്ത സംഭവമാണ്. ഈയിടെയായി രജപുത്രരെ കുറിച്ച് ഓർത്ത് നീ ഒരുപാട് വ്യാകുലപ്പെടുന്നുണ്ട് ജലാൽ. ഒന്നിലും ഒരു തെറ്റും സംഭവിക്കാതെ നോക്കുക തന്നെ വേണം. ഇവിടെ തെറ്റിന്റെ ഫലമായി ലഭിക്കുന്നത് മരണമായിരിക്കും. ഒരു കാര്യം ചെയ്യൂ, നീ ആ സ്ത്രീയെ ഇപ്പൊ തന്നെ ചെന്ന് വിലക്കെടുക്കൂ. അവളത്ര മോശമൊന്നുമല്ല. അതെ അതെ അല്ല, എന്റെ ഭാര്യ എവിടെയാണ് കൊണ്ടുപോകുന്നത്? അല്ല ഷഹൻഷാ, അങ്ങ് ഞാൻ കാല് പിടിക്കാം. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നോട് മാപ്പാക്കണം. ഇവളെന്റെ വീടിന്റെ ഐശ്വര്യമാണ്. ഇവളെ ഒന്നും ചെയ്യരുത്. ശ്രദ്ധിക്കുക, ഇദ്ദേഹം ഇവിടത്തെ രാജാവാണ്. ഇദ്ദേഹത്തിന് ആരെ ഇഷ്ടപ്പെട്ടാലും അവൾ ഇദ്ദേഹത്തിന് സ്വന്തമാകുന്നു. പ്രഭു, അവൾ എന്റെ ഭാര്യയാണ്. കൂടാതെ അവൾ എന്റെ പ്രണയിനിയാണ്, എന്റെ കുടുംബവുമാണ്. അദ്ദേഹത്തെ വിടൂ. ജീവിതമോ അതോ മരണമോ? ജീവിതമോ അതോ മരണമോ? ഇവിടെ വെറുതെ വിടാം. പക്ഷെ അതിനു പകരമായി ഞാൻ നിന്റെ തലയെടുക്കും. കാര്യങ്ങൾ കൃത്യമായിരിക്കും, പക്ഷെ തീരുമാനം നിന്റേതായിരിക്കും. എന്നെ ഒന്നും ചെയ്യരുത്. അങ്ങ് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എന്നെ ജീവനോടെ വിടൂ. നീ എന്തോ പ്രണയത്തെ കുറിച്ചൊക്കെ പറഞ്ഞാലോ? ഇത്രേ ഉള്ളൂ നിന്റെ പ്രണയം? എനിക്ക് മനസ്സിലാകുന്നില്ല നിന്റെയൊക്കെ ജീവിതത്തിൽ പ്രണയത്തിന് എങ്ങനെ ഇത്രയും സ്ഥാനമുണ്ടായതെന്ന്. ഒന്ന് നിൽക്കൂ, ഒന്ന് നിൽക്കൂ. എന്നെ ഇവിടുന്ന് രക്ഷിക്കൂ. ആഗ്രഹിച്ചിരുന്നെങ്കിൽ സ്വയം നിനക്ക് എന്റെ അടുത്തേക്ക് വരാമായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ നിന്റെ ശരീരത്തിൽ ദൃഷ്ടി പതിക്കാൻ പോലും ആർക്കും ധൈര്യമുണ്ടാകില്ലായിരുന്നു. നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക്, നിന്റെ മാനം രക്ഷിക്കാനുള്ള മനസ്സും ധൈര്യവും പോലും ഇല്ലാത്ത ഒരാളുടെ അടുത്തേക്ക്. പിന്നെ നന്നായി ചിന്തിച്ചോളൂ. ഏത് പ്രണയമാണോ നിങ്ങൾ രണ്ടുപേരെ ഒരുമിപ്പിച്ചത്, ആ പ്രണയത്തിന് എത്രത്തോളം വിലയവൻ കൽപ്പിച്ചിട്ടുണ്ടെന്ന്. വളരെ നന്നായി ജലാൽ. അതെ, ഈ രീതി ഉപയോഗിച്ചാണ് നമുക്ക് അവരെ കീഴ്പ്പെടുത്തേണ്ടത്. അഥവാ നമ്മൾ അവരുടെ തലയെടുത്താൽ അവർ ഇങ്ങനെയാണ് മനസ്സിലാക്കുക: അവരുടെ തല ഛേദിക്കപ്പെട്ടു എന്നാൽ കുമ്പിട്ടിട്ടില്ല എന്ന്. അവർ ധീരന്മാരെന്നറിയപ്പെടും. നമുക്കവരുടെ തല കുനിയിക്കുകയാണ് വേണ്ടത്. സ്വന്തം പെൺമക്കളെയും സ്വന്തം സ്ത്രീകളെയും ഇവർ മഹത്തരമായാണ് സംരക്ഷിക്കുന്നത്. ഇവരുടെ സ്ത്രീകളെ കീഴ്പ്പെടുത്തിയാൽ നമുക്കിവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ കഴിയും. അങ്ങനെ ഇവരുടെ അഭിമാനം തകർന്നാൽ പിന്നെ ഉറപ്പായും ഇവരുടെ ശിരസ് ഇൻഷാ അല്ലാഹ് മുഗളന്മാരുടെ മുൻപിൽ പിന്നെ ഒരിക്കലും ഉയരില്ല. കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ ഞാൻ എല്ലാം സൂര്യപ്രകാശത്തിലേ ചെയ്തിട്ടുള്ളൂ. ഒരു പുതിയ പാഠമാണ് എനിക്ക് അങ്ങിൽ നിന്ന് ലഭിച്ചത്. ഇനി ഇത് മാത്രം അറിഞ്ഞാൽ മതി.
ഈ രജപുത്രരുടെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്താണെന്ന്. നീ എന്ത് സുഖനേ ചെയ്യുന്നത്? ഇങ്ങനെയാണോ രോഗവിവരം അന്വേഷിക്കുന്നത്? ഓ, അതാ ഇപ്പൊ നന്നായത്. എന്തായി പറയുന്നത്? എല്ലാം ചെയ്തിട്ട് ഇപ്പൊ ഇങ്ങനെ ന്യായം പറയുന്നോ? നീ മോത്തിബായിയും കൊണ്ട് ക്ഷേത്രത്തിൽ പോയില്ലായിരുന്നെങ്കിൽ അവർക്ക് ഈ അവസ്ഥ വരുമായിരുന്നോ? നീയും ഇങ്ങനെയാണോ പറയുന്നത്? ഇതിൽ നമ്മുടെ തെറ്റെന്താണ്? നാം ദേവിമാതാവിന്റെ ദർശനത്തിനല്ലേ പോയത്? എന്തിനാ പോയത്? നല്ല വരനെ കിട്ടാനാണോ? ഞാൻ പറയുന്ന കേൾക്ക്, ദേവി അങ്ങനെയൊന്നും പ്രസന്നയാവാൻ പോകുന്നില്ല. ദേവിയെല്ലാം നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. വലിയ കുടവേറുള്ള ഒരു മത്തങ്ങ തലയനെ. അങ്ങനെയാണോ? എന്നാൽ ഇപ്പൊ തന്നെ പോയി മാതാശ്രീയോട് പറയാം, നീയാണ് അന്ന് എന്റെ ഭക്ഷണം മുടക്കിയതെന്ന്. പിന്നെ കാണാമല്ലോ എങ്ങനെയാണ് നിന്റെ പരിപ്പും പച്ചക്കറിയും കുറുമയാകുന്നതെന്ന്. ഉണ്ട കണ്ണി, അത് നീയാണ്. കുരങ്ങി കുരങ്ങി നിന്റെ പരിപ്പ് കറി ഉണ്ടാകാനേ പോകുന്നില്ല. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. പറയും മോത്തി, എന്താ വേണ്ടത്? പരിപ്പ് കൊണ്ടുണ്ടാക്കിയ കറി, പച്ചക്കറി കുറുമ, പിന്നെ ചോറ്. ഇവിടെ ഒരു ഭാഗത്ത് ജലാൽ രജപുത്രന്മാരുടെ ഏറ്റവും വലിയ ദൗർബല്യം കണ്ടെത്തുമ്പോൾ, അവിടെയാണെങ്കിൽ മഹാറാണി മേനാവതി തന്റെ ജീവനേക്കാൾ വലിയ ജോധയെക്കുറിച്ച് ആലോചിച്ച് ചിന്തിതയായിരുന്നു. അവിടെ ജലാൽ പ്രണയത്തിന്റെ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ, എന്നാൽ അവിടെ ജോധയുടെ മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം അവൾ അറിയാതെ തന്നെ അവളുടെ വിവാഹം ഏതെങ്കിലും രജപുത്രനുമായി നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. അവിടെ ജോധ നന്മ കൊണ്ട് സന്തോഷത്തെ തിരികെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ, അവിടെ ജലാൽ തന്റെ ലക്ഷ്യം തന്നെ രജപുത്രന്മാരിൽ കേന്ദ്രീകരിച്ചിരുന്നു. രജപുത്രർക്കിടയിൽ ഭയം തളം കെട്ടി നിൽക്കുകയായിരുന്നു. സമ്മേളനത്തിൽ പങ്കെടുക്കാനായി എല്ലാ രജപുത്ര രാജാക്കന്മാരും എത്തിച്ചേർന്നു. ഉദിക്കുന്ന സൂര്യനോടൊപ്പം അമീർ രജപുത്രന്മാരുടെ നിർണയത്തിൽ അവരുടെ ഭാവിയുടെ കേന്ദ്രമാകാൻ പോവുകയായിരുന്നു. ജലാൽ രജപുത്രന്മാരെ അന്ധകാരത്തിലാക്കാൻ ആഗ്രഹിച്ചു. ഇടയിൽ സംസാരിക്കുന്നതിന് ക്ഷമിക്കണം. എന്തു പറ്റി സന്തു? രാജ്കുമാരി സുകന്യയും രാജ്കുമാരി ശിവാനിയും അവിടുത്തെ വിളിക്കുന്നുണ്ട്. അവരെന്നോട് പറഞ്ഞയച്ചത് അവിടെ സമ്മേളനം കാണണമെന്നുണ്ടെങ്കിൽ കുമാരി വരാൻ. സമ്മേളനോ? അതായത് എല്ലാ രജപുത്ര രാജാക്കന്മാരും അവരുടെ കുമാരന്മാരോടൊപ്പം അവിടേക്ക് വരുന്നുണ്ട്. അവരെ കാണാൻ വേണ്ടിയാ. ശരി, ആ രാജാക്കന്മാരെ നാം പിന്നീട് കണ്ടോളാം. ആദ്യം ഈ രാജാവിന്റെ കാര്യം നോക്കട്ടെ. നിനക്ക് നമ്മുടെ രാജാവിനെ കൊല്ലാൻ സാധിക്കില്ല. അതെന്താ സാധിക്കാത്തത്? തീർച്ചയായും സാധിക്കും. അതുമല്ല, ജ്യേഷ്ഠന്റെ രാജാവിനെ രക്ഷിക്കാൻ മറ്റാരുമില്ലല്ലോ. രാജാവ് എപ്പോഴും സുരക്ഷിതനായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ അടുത്ത് എപ്പോഴും ഭടന്മാരുണ്ടാകും. സുജാമൻ ജ്യേഷ്ഠ, ഏത് രാജാവ് ഭടന്മാരിൽ മാത്രം വിശ്വാസം അർപ്പിക്കുന്നോ അയാൾക്ക് ജയിക്കാനാവില്ല. ഇതാ പോയി അങ്ങയുടെ ഭടൻ. രാജാവിനെ രക്ഷിക്കാൻ സാധിക്കുന്നത് അയാളുടെ റാണിക്ക് മാത്രമാണ്. അപ്പോൾ എന്റെ കുതിര റാണിയെ കൊല്ലുന്നു. രാജാവിനെ വെല്ലുവിളിച്ചു, ഇതാ കൊല്ലുന്നു. കണ്ടില്ലേ സുജാമൻ ജ്യേഷ്ഠ, ഇന്ന് അമീറിൽ സംഭവിച്ചത് കണ്ടോ? നാം അങ്ങയെ തോൽപ്പിച്ചില്ലേ? ഇപ്പോൾ നമ്മുടെ ധൈര്യം വീണ്ടും കൂടിയിരിക്കുകയാണ്. അഥവാ എനിക്ക് അങ്ങയെ ചതുരംഗത്തിൽ തോൽപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങയെ നമുക്ക് വാൾപ്പയറ്റിലും തോൽപ്പിക്കാൻ സാധിക്കും. ഒരു റേയിൽ എങ്ങനെയാണോ രണ്ടു വാളുകൾ സൂക്ഷിക്കാനാകാത്തത്, അതുപോലെയാണ് ഒരേ സമയത്തുള്ള രണ്ട് വിചാരങ്ങളും. ഞാൻ വൈകുന്നേരത്തെ സഭയെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതാണ് തോൽക്കാൻ കാരണം. അറിയില്ല അമ്മാവൻ എന്ത് തീരുമാനമെടുക്കുമെന്ന്. കണ്ടോളൂ ജ്യേഷ്ഠ, ഇന്ന് അമീർ മുഴുവനും ജ്യേഷ്ഠൻ രാജാവാകുന്ന സന്തോഷം ആഘോഷിക്കും. അഥവാ അങ്ങനെ സംഭവിച്ചാൽ ഞാൻ വിശ്വസിക്കും ഈ ചതുരംഗക്കളിയിൽ ഞാൻ ജയിച്ചുവെന്ന്. അങ്ങനെ സംഭവിച്ചാലെന്നല്ല, അങ്ങനെ സംഭവിക്കൂ. രജപുത്രർക്ക് അങ്ങയുടെ വാളിൽ അഭിമാനമുണ്ട്. അത് മാത്രമല്ല, മുഗളന്മാരെ നേരിടാൻ അങ്ങ് മുന്നിലുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്.
പിന്നെ നീ ഇവിടെ നിന്ന് പോകേണ്ടതും അത്യാവശ്യമാണ്. അതെന്തിനാ? ആർക്കറിയാം, ഏതെങ്കിലും രാജകുമാരൻ നിന്നെ കാത്തിരിക്കുന്നുണ്ടോ എന്ന്. സുന്ദരനായ രാജകുമാരനെ നാം എന്റെ സഹോദരിക്ക് വേണ്ടി കണ്ടെത്തും. ഞാൻ അങ്ങനെ ഒരു വീരനെ മാത്രമേ വിവാഹം കഴിക്കൂ. ആർക്കാണോ ജലാലിന്റെ തലയർത്ത് കൊണ്ടുവരാനുള്ള ധൈര്യമുള്ളത്. രാജകുമാരൻ ജഗന്നാഥ് വിജയിക്കട്ടെ! രാജകുമാരൻ ജഗന്നാഥ് വിജയിക്കട്ടെ! രാജകുമാരൻ അദ്ദേഹത്തെ നോക്ക് ചേച്ചി, എത്ര പ്രൗഢിയുള്ള പുരുഷനാണ്. പുഷ്ടമായ ശരീരം, ഐശ്വര്യമുള്ള മുഖം, പിന്നെ ആ നെറ്റിയിലെ കുറി, രജപുത്ര ലക്ഷണങ്ങളെല്ലാം ഉള്ളയാൾ. അയ്യേ, ആ രാജകുമാരന്റെ കവിളിൽ ഒരു കറുത്ത ലഡു. കറുത്ത ലഡുവോ? ആ രാജകുമാരന്റെ മുഖത്ത് കാണുന്നില്ലേ, ആ കറുത്ത മറുക് കാണുമ്പോ തന്നെ എനിക്ക് വല്ലാത്ത വൃത്തികേടാ തോന്നുന്നത്. എന്റെ ദൈവമേ, നിങ്ങൾ രണ്ടുപേരും ഇത് എത്ര ഉറക്കെയാ സംസാരിക്കുന്നത്? അഥവാ രാജകുമാരൻ കണ്ടാലോ? താഴേക്ക് വരൂ. എനിക്ക് ഒരുക്കങ്ങളൊന്നും ദാസിമാരുടെ കൈകൊണ്ട് ചെയ്യിക്കുന്നത് ഇഷ്ടമല്ല. ഇപ്പൊ എല്ലാവരും വന്നില്ലേ? ഇനി രാജനീതിയെക്കുറിച്ച് ചർച്ച നടക്കും, പൂജയും ഉണ്ടാകും. പിന്നീട് വൈകുന്നേരത്തെ സഭയിൽ വെച്ച് നിങ്ങൾക്കെല്ലാവർക്കും യോഗ്യരായ വരന്മാരെയും തെരഞ്ഞെടുക്കും. രാജകുമാരൻ സൂര്യബാൻ സിംഗ് വിജയിക്കട്ടെ! രാജകുമാരൻ സൂര്യബാൻ സിംഗ് വിജയിക്കട്ടെ! രാജകുമാരൻ സൂര്യബാൻ സിംഗ് വിജയിക്കട്ടെ! എന്തുപറ്റി? ഇത് സൂര്യബാൻ സിംഗ് ആണ്, ചന്ദ്രബാൻ സിംഗിന്റെ മകൻ. എങ്ങനെയാണോ അച്ഛൻ അങ്ങനെ തന്നെ മകനും. അറിയില്ല ഏത് ഭാഗ്യവതിയായ രാജകുമാരിയാണോ ഇയാളുടെ റാണിയാകുന്നതെന്ന്. മുത്തശ്ശി, മറ്റുള്ളവരുടെ കാര്യമൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് ചേച്ചിയുടെ മനസ്സിൽ ഇപ്പൊ സൂര്യഭാൻ എന്ന പേരിലുള്ള ലഡ്ഡു ആണ് പൊട്ടിയത്. ഇതിനാ പറയുന്നത് കണ്ട മാത്രയിൽ തന്നെ പ്രണയം ഉണ്ടാകാന്ന്. ഒരുപാട് ജോലി ബാക്കിയുണ്ട്, വരൂ. ജോധ, നീ എന്താ ഈ വസ്ത്രം അണിഞ്ഞിരിക്കുന്നത്? അതിനെന്താ മാതാശ്രീ, ഈ വസ്ത്രങ്ങൾക്ക് എന്താ കുഴപ്പം? നിനക്കുള്ള വസ്ത്രം നാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നോക്കൂ, ആഭരണങ്ങളും ഇതണിയോ. പിന്നെ വേഗാവട്ടെ, അല്പസമയത്തിനുള്ളിൽ സഭ ആരംഭിക്കും. പക്ഷെ മാതാശ്രീ, ഈ വസ്ത്രവും നല്ലതാണ്. തന്നെയുമല്ല, അവിടെ ചർച്ച രാജനീതിയെ കുറിച്ചല്ലേ. അതിനിങ്ങനെ ഒരുങ്ങേണ്ട ആവശ്യം എന്താണ്? ഞാൻ ഇങ്ങനെ ഒരുങ്ങി എങ്ങനെയാണ് അവരുടെ മുൻപിലേക്ക് പോവുക? നല്ല ഭംഗിയുണ്ടാവും. വേഗം ഒരുങ്ങി വരൂ. നിന്റെ പിതാശ്രീ ഇന്ന് സഭയിൽ ഒരു വലിയ പ്രഖ്യാപനം നടത്തും. അതെനിക്കറിയാം. പക്ഷേ ആ പ്രഖ്യാപനം സുജാമൻ ജ്യേഷ്ഠനെ കുറിച്ചല്ലേ. അദ്ദേഹത്തെ തയ്യാറാക്കൂന്നേ, നമ്മ എന്തിനാ? പ്രഖ്യാപനം നിന്നെക്കുറിച്ചും ആവാമല്ലോ. വേഗം ഇതണിയോ. പ്രഖ്യാപനം നമ്മെ കുറിച്ചോ? ഇഷ്ടമാണ്. ഇവന്റെ ചുറുചുറുക്കും ഇവന്റെ സ്വഭാവവും ഇവന്റെ നിറവും എല്ലാം അഭിമാനകരമാണ്. ഇവൻ എന്റെ പ്രൗഢിയുടെ അടയാളമാണ്. എന്നോട് ക്ഷമിച്ചാലും പ്രഭു, അതായത് ഈ കുതിരയെ ഞാൻ ഇതിനു മുമ്പ് തന്നെ തിരഞ്ഞെടുത്തതാണ്. പറഞ്ഞത് തിരിച്ചെടുക്കൂ. ഷെഹൻഷാ ഒന്ന് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മറ്റാർക്കും തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല. ഖാൻ ബാബയ്ക്ക് ഇത്രയും നാളായി ഈ കാര്യം അറിയില്ലേ? സ്വന്തം ഇഷ്ടം ആദ്യം തന്നെ മുന്നിൽ വയ്ക്കാൻ. നിനക്കെങ്ങനെ ധൈര്യമുണ്ടായി ഖാൻ ബാബയുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാൻ മാത്രം? ഇപ്പോൾ ഈ കുതിരയുടെ മൂക്കിന്മേൽ ഖാൻ ബാബയുടെ പേരിലുള്ള കടിഞ്ഞാൻ മാത്രമായിരിക്കും ഉണ്ടാവുക.
അങ്ങ് എന്തിനാണ് കുതിരയെ കൊടുത്തത് ഷഹൻഷാ? അങ്ങേക്ക് പോലും ഇഷ്ടപ്പെട്ട സാധനം ലഭിച്ചില്ല എങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എന്തായി തീരും?